ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ റംല കൊലപാതക കേസിൽ അബൂബക്കർ എന്ന ആളെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരിക്കുകയാണ് അബൂബക്കറിന്റെ കുടുംബം. റിമാൻഡിലുള്ള അബൂബക്കറല്ല യഥാർത്ഥ കുറ്റവാളിയെന്ന് പോലീസ് തന്നെ കണ്ടെത്തിയിരുന്നു. അബൂബക്കറിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തി കേസിൽ പ്രതിയാക്കുകയായിരുന്നു. കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ പോലീസ് ശ്രമിച്ചു. ഇതാണ് കുടുംബത്തിന്റെ ആരോപണങ്ങൾ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന 60-കാരിയെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സമീപത്തെ പള്ളിയിലെ ജീവനക്കാരനായ അബൂബക്കർ സംഭവ ദിവസം ഈ വീട്ടിലെത്തിയിരുന്നതായി കണ്ടെത്തിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് അബൂബക്കറിനെതിരെ കൊലപാതക കുറ്റവും ബലാത്സംഗ കുറ്റവും ചുമത്തി റിമാൻഡ് ചെയ്തു. തൊട്ടടുത്ത ദിവസം കൊല്ലപ്പെട്ട സ്ത്രീയുടെ കാണാതായ മൊബൈൽ ഫോൺ കൊല്ലത്ത് മറ്റൊരു സിമ്മിട്ട് പ്രവർത്തിപ്പിക്കുന്നതായി പോലീസിന് മനസ്സിലായി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് തൃക്കുന്നപ്പുഴ പതിയാങ്കര സ്വദേശി സൈനുലാബ്ദീനും ഭാര്യ അനീഷയും പിടിയിലാകുന്നത്. മോഷണ ശ്രമത്തിനിടെയുണ്ടായിരുന്ന ദമ്പതികളായ പ്രതികൾ റംലയെ കൊലപ്പെടുത്തി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നു, പിടികൂടിയിരിക്കുന്നു. അബൂബക്കർ എന്ന വ്യക്തി നിരപരാധിയാണ് എന്ന് മനസ്സിലായിരിക്കുന്നു. പക്ഷേ അബൂബക്കറും കുറ്റം സമ്മതിച്ചിരുന്നു. ആ കുറ്റം സംബന്ധിച്ചത് പോലീസിന്റെ നിരന്തരമായ മർദ്ദനവും ഇടിയും അടിയും കൊണ്ടായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ്, അതായത് ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ റംല കൊലപാതക കേസ്, ആ കേസിൽ അബൂബക്കറിനെ യഥാർത്ഥ പ്രതികളെ പിടികൂട്ടുന്നതിന് മുമ്പ് കേസ് തങ്ങൾ വിജയിപ്പിച്ചു എന്ന് വരുത്തുന്നതിന് വേണ്ടി അബൂബക്കറിനെ വലിയ രീതിയിലുള്ള മൂന്നാം മുറ ഉപയോഗിച്ചുകൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അബൂബക്കർ ഞാനാണ് കുറ്റം ചെയ്തത് എന്ന് സമ്മതിക്കുന്നു, ഞാനാണ് ആ ഫോൺ അവിടെ നിന്ന് മാറ്റിയതെന്ന് സമ്മതിക്കുന്നു. എന്നാൽ അതല്ല, മറ്റൊരാളാണ്, മറ്റ് 2 പേരുണ്ട് എന്ന് പോലീസ് കണ്ടെത്തുന്നു. പിന്നെ എങ്ങനെ അബൂബക്കർ ഞാനാണത് ചെയ്തതെന്ന് പറയുന്നത്? അബൂബക്കറിനെ പോലീസ് അതിക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ടാവണം. ആ മർദ്ദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം വേദന സഹിക്കാൻ കഴിയാതെ ചെയ്യാത്ത കുറ്റം സമ്മതിച്ചതായിരിക്കണം. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ അബൂബക്കർ കുറ്റക്കാരനാകുമായിരുന്നു. സമാനമായ പല സംഭവങ്ങളും അടുത്തിടെ നടക്കുകയുണ്ടായി. 3 മാസത്തോളം ഒരു പറ്റം ചെറുപ്പക്കാരെ ലഹരി പദാർത്ഥം കൈവശം വെച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് 3 മാസം ജയിലിലിടുകയുണ്ടായി. പിന്നീട് അവർ കൈവശം വെച്ചത് കൽക്കണ്ടമായിരുന്നു എന്ന് മനസ്സിലാക്കുകയുണ്ടായി. സാറേ, ഞങ്ങൾ കൈവശം വെച്ചത് കൽക്കണ്ടമാണ് സാറേ എന്ന് പലതവണ പോലീസിനോട്, നീതിപീഠത്തോട് പറഞ്ഞിട്ടും അത് സമ്മതിക്കാതെ പോലീസിന്റെ ഭാഷ്യം വിശ്വസിച്ച് അവരെ ജയിലിലിടുകയുണ്ടായി. പിന്നീട് അവരെ വിട്ടയച്ചതിന് ശേഷം ഇപ്പോൾ മനുഷ്യാവകാശ സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെയുള്ള നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ലോക്കപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കേസിൽ ഒരാളെ പ്രതി ചേർക്കുകയും അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്താൽ പോലും യഥാർത്ഥ പ്രതികൾ പുറത്തുണ്ട് എന്നുള്ള പൊതുസമൂഹത്തിൻ്റെ വിചാരത്തിന് ആക്കം കൂട്ടുന്നതാണ് ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ റംല കൊലപാതക കേസ്. അബൂബക്കർ എന്നയാൾ അവിടെ ആ കൊല നടക്കുന്നതിന് മുൻപ് രാത്രി വന്നുപോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അയാളെ പിടികൂടുകയും അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളുടെ മുഴുവൻ കുറ്റവും അയാളുടെ തലയിൽ വെച്ച് ചേർക്കുകയും ചെയ്തിരിക്കുന്നു. യഥാർത്ഥ പ്രതികൾ ഈ കൊല്ലപ്പെട്ട റംലയുടെ ഫോൺ എടുത്തുകൊണ്ട് പോവുകയും അതിൻ്റെ സിമ്മ് മറ്റൊരു സ്ഥലത്ത് വെച്ച് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ലൊക്കേഷൻ വെച്ചുകൊണ്ട് ആ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത്. ആ പ്രതികൾ ഈ ഫോൺ തന്നെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ അബൂബക്കർ ആജീവനാന്തം ജയിലിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ വരുമായിരുന്നു. ഈ പ്രശ്നത്തിൽ മനുഷ്യാവകാശ സംഘടനകൾ അതിശക്തമായിട്ട് ഇടപെടും എന്നാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടവർ പ്രതികരിച്ചിരിക്കുന്നത്.